വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. രണ്ടാമത്തെ ടെസ്റ്റിലെ ഒന്നാമത്തെ പാഠം നമ്മുടെ ഫിസിക്സ് ആണ് കേട്ടോ. ബേസിക് സയൻസിന്റെ ആദ്യത്തെ നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ടൈമിന്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യമത്തെ പാഠം എന്താവുന്ന ഫിസിക്സ് ആണ്. ഏതാണെന്നറിയോ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് കേട്ടോ. സ്ഥിത വൈദ്യുതി ചാപ്റ്റർ 10 നമ്മൾ 9 വരെയുള്ള പാഠം നമ്മൾ കഴിഞ്ഞത് എടുത്തല്ലേ. അത് കഴിഞ്ഞ് 10ാമത്തെ പാഠം കുഞ്ഞുങ്ങളെ അത് ഫിസിക്സിന്റെ ഒന്നാമത്തെയാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിത വൈദ്യുതി എന്നാണ്. ഞാൻ അതിൻ്റെ ടെസ്റ്റ് വായിച്ചിട്ട് കുറച്ച് നോട്ട് തന്നേക്കുക. ആ ഓർഡറിലുള്ള നോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ പാർട്ട് 2 തരാം. ഇപ്പം ഞാൻ ആ ടെസ്റ്റിനകത്തിൽ എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പം ടെസ്റ്റ് ഇതാ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. ടെസ്റ്റ് ഇതാണ്. പാഠത്തിൻ്റെ പേരെന്താണ്? സ്ഥിത വൈദ്യുതി എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാരോടൊന്ന് നോക്കണേ. സ്ഥിത വൈദ്യുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിനകത്തിൽ ഉണ്ട് ഒരു ടീച്ചറും 2 കുട്ടികളും മൊബൈൽ ഇലക്ട്രീഷ്യൻ്റെ മൊബൈലൊക്കെ നന്നാക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇവർ നിൽക്കുന്നതായിട്ടാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ടീച്ചർ വാട്ട് ആർ ദീസ് ടൈപ്പ് ഓഫ് ഗ്ലോവ്സ് ഫോർ. അവിടെ ഇന്നൊരു പയ്യൻ ടീച്ചറെ ഇത്തരം കയ്യുറകൾ എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ കുഞ്ഞുങ്ങളെ? ടീച്ചർ വാട്ട് ആർ ദീസ് ടൈപ്പ് ഓഫ് ഗ്ലൗസ് ഫോർ. അപ്പൊ ടീച്ചർ പറയുന്നു എന്താ? ദേ ആർ ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ആണ്. ദിസ് ഈസ് ടു അവോയ്ഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അവ ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകളാണ് കുഞ്ഞുങ്ങളെ. അത് സ്ഥിത വൈദ്യുതി ഒഴിവാക്കാനാണ്. എന്നുവെച്ചാൽ ഇതിനകത്ത് കൂടെ ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും എർത്തിങ്ങോ വല്ലതൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാനാണ് എന്താ കുഞ്ഞുങ്ങളെ അദ്ദേഹം ആ കയ്യിൽ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ എന്തുവാ ഈ സ്ഥിത, നമ്മൾ പാഠത്തിൻ്റെ പേരെന്താ? സ്ഥിത വൈദ്യുതി എന്നല്ലേ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ താപ്പോട്ട് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് കൂടെ ഉണ്ട്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ നോക്കൂ. അതായത് അംഗീകൃത മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെ ടെക്നീഷ്യന്മാര് ഇത്തരത്തിൽ കയ്യുറ ധരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെ ഇതുപോലെ അല്ലേ. പക്ഷേ വലിയ വലിയ കടകളിൽ കാണുമായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ കടകളിൽ ചെല്ലുന്നത് നമ്മുടെ ഫോൺ കേടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചാർജർ വാങ്ങിക്കാനോ അല്ലേ, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മളൊരു ഫോണിൻ്റെ മൊബൈൽ ഷോപ്പിൽ കയറുന്നത് അല്ലേ. അപ്പോൾ അവരുടെ കയ്യിലൊന്നും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ നല്ലപോലെ ഇതൊക്കെ പണിയുന്ന ഉണ്ടല്ലോ വലിയ വലിയ കമ്പനിയിലൊക്കെ ഇതൊക്കെ അവരുടെ കയ്യിൽ കാണും കേട്ടോ. അംഗീകൃത മൊബൈൽ റിപ്പയറിംഗ്, അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അംഗീകൃത മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പുകളിലെ ടെക്നീഷ്യന്മാർ ഇത്തരത്തിൽ കയ്യുറ ധരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർ പറഞ്ഞ ഉത്തരത്തിലെ സ്ഥിത വൈദ്യുതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാ ചോദിച്ചേക്കുന്നത്. അതറിയാമോ എന്നറിയാൻ നമ്മൾ ഇനി താപ്പോട്ട് വായിച്ചു നോക്കണം കേട്ടോ. താഴെ കണ്ടോ മുടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ കണ്ടോ? എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനകത്തിൽ ഇംഗ്ലീഷ് മീഡിയക്കാരൻ ഞാൻ വായിച്ചു തരാം. റബ്ബ് എ ബലൂൺ ഓൺ ഡ്രൈ ഹെയർ, bring it near the end of hair strands. Can you see the hair being attracted to the balloons? അല്ലോ മനസ്സിലായോ? അതായത് ഒരു ബലൂണ് നമ്മുടെ തലമുടിയിൽ ഉരസിയ ശേഷം ബലൂൺ എടുത്തിട്ട് നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഉരസണം കുഞ്ഞുങ്ങളെ. അപ്പം നമ്മുടെ മുടിയിഴകൾക്കരിയിലേക്ക് സാവധാനം ഇന്നിട്ട് കൊണ്ടുവരിക. എന്ത്? ബലൂൺ നമ്മൾ ഒരു ബലൂൺ എടുത്ത് തലമുടിയിൽ ഉരസിയ ശേഷം, തലമുടിയിൽ ഇങ്ങനെ ഉരസിയതിന് ശേഷം എന്താ മുടിയിഴകൾക്കരിയിലേക്ക് സാവധാനം കൊണ്ടുവരിക. മുടിനാരുകൾ ബലൂണിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് എന്താ അവിടെ ഒരു അട്രാക്ഷൻ നടക്കുന്നതായിട്ട് കാണാം. ശരിയാ കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് എണ്ണ പുരട്ടാത്ത മുടിയായിരിക്കണം കേട്ടോ. നല്ലപോലെ രാവിലെ എന്താ ഒരു പാരച്ചൂട്ട് ഫുള്ളെടുത്ത് തലയെ കോരി ഒഴിച്ചു വെച്ചാൽ അന്നേരം വരത്തില്ല. നമ്മൾ ഈ മുടി സ്ട്രൈറ്റ് ഒക്കെ ചെയ്തതിന് ശേഷവും കേട്ടോ, മുടിയെ എണ്ണ തേക്കാതെ നമ്മൾ ഷാമ്പൂ ഇട്ടൊക്കെ നല്ലപോലെ എന്താ കഴുകി അല്ലേ നല്ലപോലെ ഡ്രൈ ആയിട്ട് വെക്കുന്ന മുടിയാണെങ്കിൽ കേട്ടോ, അങ്ങനെ ആകുന്ന മുടിയാണെങ്കിൽ എന്താ നമ്മൾ ഈ ബലൂൺ നല്ലപോലെ ഉരച്ചതിന് ശേഷം ഈ മുടിയുടെ അടുത്തോട്ട് വരുമ്പോൾ എന്താ മുടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ? അങ്ങനെ അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താ അവിടെ ഒരു ആകർഷണം സംഭവിക്കുന്നുണ്ട് കേട്ടോ, ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ അവർ വേറൊരെണ്ണവും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നൊക്കെ. നോക്കണേ കുഞ്ഞുങ്ങളെ, അറേഞ്ച് എ സ്മാൾ പീസ് ഓഫ് ഫോൾഡർ പേപ്പർ അറ്റ് the tip of a pencil. Bring a plastic pen near the piece of paper. What do you observe? Now rub the pen
വെൽ ഓൺ ഡ്രൈ ഹെയർ ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ പേപ്പർ. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് എന്നാണ്. അതായത് നമ്മളിപ്പം മുടി നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം കുഞ്ഞുങ്ങളെ. നല്ലപോലെ ഉണങ്ങിയ മുടിയേൽ നമ്മളെന്താ ഇതുപോലെ ബലൂൺ നല്ലപോലെ ഉരച്ചതിന് ശേഷം കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ, ഒരു ആകർഷണം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണെന്നറിയോ, നമ്മളൊരു പെൻസിലിൻ്റെ കൂർത്ത, ഇവിടെ ഒരു പെൻസിൽ എടുത്ത് നമ്മുടെയൊക്കെ പണി പഠിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ അല്ലേ, ഒരു പെൻസിൽ നല്ലപോലെ കൂർപ്പിച്ചതിന് ശേഷം ചെറിയ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് കടലാസ് കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ അതിൽ ഇങ്ങനെ കുത്തി വെക്കുക. മനസ്സിലായോ? അതിനടി പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കുത്തിവെക്കുക. ഈ കടലാസിനടുത്തേക്ക് ഒരു പ്ലാസ്റ്റിക് പേന കൊണ്ടുവരിക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പേന, എന്നിട്ട് ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇവിടെ എഴുതിയേക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊരു പുസ്തകം മേടിച്ചാട്ടോ, നമ്മുടെ അഭിരാമിയുടെ കയ്യിൽ നിന്ന്, അങ്ങനെ പറയണം, അഭിരാമിയുടെ കയ്യിൽ നിന്ന് കേട്ടോ. കുഞ്ഞത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു ടെസ്റ്റ് വാങ്ങിച്ചതാണ്, ആ കുട്ടി എഴുതിയതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം നോക്കൂ, സ്കൂളിൽ എടുത്ത് കേട്ടോ, കടലാസിനടുത്തേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പേന കൊണ്ടുവരിക. എന്താണ് കാണുന്നത് എന്നാണ്. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല കുഞ്ഞുങ്ങളെ. കാരണം എന്താ, ഒരു പെൻസിലിന്റെ മണ്ടയിൽ ഒരു പേപ്പർ വെച്ചിരിക്കുക, അതിൻ്റെ അടുത്തോട്ട് എന്താ ഒരു പേന കൊണ്ടുവന്നു. അവിടെ എന്തോ സംഭവിക്കാനാ? ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. പക്ഷേ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇനി വരണ്ട, നമ്മൾ ഈ പേന എടുത്തിട്ടുണ്ടല്ലോ, ഈ ഉണങ്ങിയ മുടി, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ വരണ്ട ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ആ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ എന്താ നല്ലപോലെ ഈ പേന, നമ്മുടെ ഇതേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേന എടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഈ മുടിയിലിട്ട് അങ്ങോട്ട് ഉരയ്ക്കുക കേട്ടോ. ഉരച്ചതിന് ശേഷം എന്താണെന്നറിയോ, ഈ കടലാസിനടുത്തേക്ക് കൊണ്ടുവരുമ്പം ഈ കടലാസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നു എന്നാ. ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാൻ വേണ്ടി ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. ഇവിടെ ആണോ അല്ലയോ എന്താ എന്നൊക്കെയുള്ളൂ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പാർട്ട് 2 വിശദമായ നോട്ടോടെ ഞാൻ പാർട്ട് 2 തരാം കേട്ടോ. ഈ പാർട്ട് 1 കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്, കാരണം പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഈ ഫസ്റ്റ് പേജിൽ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ, ആ ഹെയറിൻ്റെ അടുത്തോട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബലൂൺ കൊണ്ടുവന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ ബലൂൺ നല്ലപോലെ ഉരച്ചതിന് ശേഷം കേട്ടോ നമ്മുടെ മുടിയുടെ അടുത്തോട്ട് കൊണ്ടുവരാമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ്, അവിടെ ആകർഷണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ, ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അതുപോലെ തന്നെ രണ്ടാമത് ഒരു പെൻസിലിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അതിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ടൊരു പേന കൊണ്ടുവന്ന് കൊടുത്താൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആ പ്ലാസ്റ്റിക് പേന നമ്മുടെ തലയിൽ നല്ലപോലെ നമ്മുടെ മുടിയിലിട്ടിങ്ങനെ ഉരച്ചതിന് ശേഷം ആ പേപ്പറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ പേപ്പറിന് ചെറിയ മൂവ്മെൻറ്റ് സംഭവിക്കും കേട്ടോ. അതായത് ഈ നമ്മുടെ ആ പേനയുടെ അടുത്തോട്ട് എന്താ ഈ പേപ്പർ വരുന്നതായിട്ട് ഒരു അട്രാക്ഷൻ കേട്ടോ അവിടെ സംഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പം അതിൻ്റെ തൊട്ട് താഴെ നോക്കണേ, അതുപോലെ അവർ വേറെയും കുറേ കാര്യം പറഞ്ഞു. അതായത് ഒരു ജലം നിറച്ച പാത്രത്തിൽ നോക്കണേ കുഞ്ഞുങ്ങൾ, ഒരു ജലം നിറച്ച പാത്രത്തിൽ ഒരു ചെറിയ സുഷിരം ഇടുക. ഇംഗ്ലീഷുകാരൊന്ന് നോക്കിക്കോ കേട്ടോ. എന്താണെന്നറിയോ, ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഉള്ളവർ നോക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ, ടേക്ക് a water filled container with a hole at the bottom. Hold plastic scale near the water stream. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. In there any change for the water stream? എന്താ നിങ്ങളെ, ജലം നിറച്ച പാത്രത്തിൽ ഒരു ചെറിയ നമ്മളൊരു പാത്രം എടുക്കുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് പോലത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ നോക്കിയ സുഷിരത്തിലൂടെ എന്ന് വെച്ചാൽ അതിൻ്റെ മൂട്ടിൽ തന്നെ അതിൻ്റെ ചെവിട്ടിൽ എന്ത് ചെയ്യുക, ഒരു സുഷിരം ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജലധാരയ്ക്ക് സമീപം ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ പിടിക്കുക. അതാണ്ട് ഈ വെള്ളം പോകുന്നിടത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ, അതാണ്ട് ഈ വെള്ളം പോകുന്നിടത്തോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ അങ്ങോട്ട് കൊണ്ടുവന്നൊന്ന് വെച്ചേ, എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. എന്താവും ഞങ്ങളെ, അവിടെ ഒന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയോണം. വെള്ളം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ അതിൻ്റെ അടിവശത്ത് ഒരു കിഴുത്ത ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു പേന കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചാൽ എന്തോ സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ആ വെള്ളത്തിലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലേ, അല്ലാതെ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ സ്കെയിൽ എന്തോ എന്നറിയോ, വരണ്ട തലമുടിയിൽ ഈ സ്കെയിൽ മുമ്പ് നമ്മൾ ആ ബലൂണിൻ്റെ കാര്യം പറഞ്ഞതും പിന്നെന്താ രണ്ടാമത് പറഞ്ഞ ഏതായിരുന്നു നിങ്ങളെ, പേനയുടെ അല്ലേ, പെൻസിലെ പേന വെച്ച് പേപ്പറിൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴും ദാണ്ട് ഇത് നോക്കുക, ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ വരണ്ട മുടി ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷമാണ്, അതായത് ഉരസിയതിന് ശേഷമാണ് ഇത് നോക്കിയ. അതുപോലെ നമ്മൾ ഉരസിയതിന് ശേഷം ഈ സ്കെയിൽ ആ വെള്ളത്തിൻ്റെ അവിടെ ഓട്ടൊന്ന് പിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്.
അതെ വെള്ളം മാറി അടി സ്കെയിലിൻ്റെ അടുത്തുകൊണ്ട് ഈ വെള്ളം വരുന്നത് കണ്ടോ? ചെറിയൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റത്തില്ല. കാരണം അല്ലാതാണെങ്കിൽ എന്താ, വെള്ളം സ്ട്രെയിറ്റ് താപ്പോട്ടാ വരണ്ടേ. നോക്കി ഇവിടെ എന്ത് ചെയ്യാൻ വയ്ക്കുന്നു, ഈ എന്താ നിങ്ങൾ ഇവിടെ ഈ വെള്ളവും ഈ സ്കെയിലും തങ്ങളിൽ എന്താ അവിടെ സംഭവിച്ചത്, ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ സ്കെയിലിൻ്റെ അടുത്തോട്ട് ഈ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ ഫീൽ ചെയ്തത്, എന്താണ് കണ്ടതെന്നൊക്കെ ഒന്ന് എഴുതാനാ. അതായത് നമ്മൾ ഈ നിരീക്ഷണ ഫലങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഞാൻ ഇതിൻ്റെ എല്ലാം ആണോ അല്ലയോ എന്നൊക്കെയുള്ള നോട്ട് തരാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ടെസ്റ്റ് പുതിയതായിട്ട് കിട്ടിയത് കൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു നിങ്ങൾ ഇതിൻ്റെ നോട്ട് ഇടാൻ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെസ്റ്റ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ട് അങ്ങ് ഇടുകയാണ്. കുറച്ച് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇപ്പം തന്നെ തരാം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. എന്താവും നിങ്ങൾ ഇത്രയും നമ്മൾ വായിച്ചതിൽ നിന്ന് എന്താണ്, ഉരസിയ വസ്തുക്കൾക്ക് നോക്കണേ. ഇപ്പം നമ്മൾ ഇത്രയും വായിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഉരസിയ വസ്തുക്കൾക്ക് മറ്റുള്ളവയെ ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഹോൾഡ് ദ സ്കെയില്, അതായത് സ്കെയിൽ വെച്ച് നോക്കിയപ്പോൾ കണ്ടു. ഇനി നമ്മൾ നല്ലപോലെ എന്താ, റബ്ബ് ഒബ്ജക്റ്റ് ക്യാൻ അട്രാക്റ്റ് അതേഴ്സ്, ഉരസിയ വസ്തുക്കൾക്ക് മറ്റുള്ളവയെ ആകർഷിക്കാൻ കഴിയുന്നു. എന്താ നിങ്ങളെ റബ്ബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരസിയ ഒബ്ജക്റ്റ് ഏതെങ്കിലും വസ്തുക്കൾക്ക് ക്യാൻ അട്രാക്റ്റ് അതേഴ്സ്, ഉരസിയ വസ്തുക്കൾക്ക് മറ്റുള്ളവയെ ആകർഷിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എൻ്റെ തൊട്ട് താഴെ നോക്കണേ നിങ്ങളെ, ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെയെല്ലാം പരസ്പരം ഉരസി നോക്കൂ അല്ലേ. ഇവയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എന്താ, ഇപ്പോൾ ഒരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് താണ്ട് ഇങ്ങനെ ഒരു കടലാസ് വെക്കുക. മനസ്സിലായോ? ആ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പുതിയ ഉരസൽ ജോഡികളെയും കണ്ടെത്താമോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കൂ നിങ്ങൾ, ഇവിടെ ഗ്ലാസ് റോഡ് തന്നിട്ടുണ്ട്. ഗ്ലാസ് റോഡ് അതിനകത്തിൽ എന്താ, സിൽക്ക് ഉരസാനുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗ്ലാസ് റോഡും സിൽക്കും കൂടെ ഇങ്ങനെ ഉരസുക, രണ്ടും കൂടെ എന്ത് ചെയ്യുക, സ്ക്രബ് ചെയ്യുക. ചെറിയ കടലാസ് കഷ്ണങ്ങൾ അവിടെ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എഴുതണം. ഓൾറെഡി നമ്മുടെ ടെസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ചെറിയ കടലാസ് കഷ്ണങ്ങളെ അവ ആകർഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അട്രാക്ട് ദ സ്മാൾ പീസ് ഓഫ് പേപ്പർ കേട്ടോ. അവിടെ ഓൾറെഡി അവർ പറയുന്നുണ്ട്, ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ റബ്ബിങ്, ഉരസാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. എന്താ നിങ്ങളെ, ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ റബ്ബിംഗ് ആണ്, ഉരസാൻ ഉപയോഗിച്ച വസ്തുക്കൾ. ഫസ്റ്റ് അവർ പറഞ്ഞത് ഗ്ലാസ് റോഡും സിൽക്കുമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അട്രാക്ട് സ്മാൾ പീസ് ഓഫ് പേപ്പർ, അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ആ പേപ്പറുമായിട്ട്? ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോളിസ്റ്റർ തുണി ഉണ്ടല്ലോ, പോളിസ്റ്ററിൻ്റെ തുണി, അത് സ്റ്റീൽ സ്പൂണുമായിട്ട് എന്താവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല കേട്ടോ, അതില്ല. അത് നിങ്ങളൊന്ന് ഓർത്തോണേ, പോളിസ്റ്റർ തുണിയെ സ്റ്റീൽ സ്പൂണുമായിട്ട് എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നില്ല. ഇനി PVC പൈപ്പും പോളിത്തീനും കൂടെ എന്താ, ചെറിയ കടലാസുകളെ ആകർഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ തന്നിട്ടുണ്ട്, ഉണ്ട്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഒരു രീതി വെച്ച് അവിടെ 4ാമത്തെ നമുക്ക് എന്താ, നമ്മളിപ്പോൾ ബലൂണിൻ്റെയും വരണ്ട മുടി അല്ലേ, ബലൂണിനേക്കും ഡ്രൈ ഹെയറിനെ കുറിച്ചും പറഞ്ഞു അല്ലേ. അതെന്താണ്, അത് അട്രാക്റ്റ് സ്മാൾ പീസ് ഓഫ് പേപ്പർ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. അതെന്താണ്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ പറയണേ നിങ്ങൾ കേട്ടോ. ഇതിൻ്റെയൊക്കെ നോട്ട് വേണമെങ്കിൽ, ഇത് ഞാൻ മെയിൻ നോട്ട് മാത്രം, കാരണം വാരി വലിച്ച് നോട്ട് കുറേ തന്നെന്ന് വിചാരിച്ചായില്ല. അതാണ് ടെസ്റ്റ് വായിച്ചു തരുന്നത്. ടെസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തിൽ ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ നോക്കിയേ. ഇതിനകത്തിൽ ബലൂണ് അല്ലേ, ഡ്രൈ ഹെയർ ആണ്, വരണ്ട മുടിയുമായിട്ട് സ്മാൾ പീസ്, ചെറിയ അട്രാക്റ്റ് ചെയ്യുന്ന സ്മാൾ പീസ് ഓഫ് പേപ്പർ അല്ലേ, അത് ഉണ്ടെന്നുമാണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തെ നോക്കണേ ഇവിടെ, അതിൻ്റെ തൊട്ട് താഴെ പട്ടിക വിശകലനം ചെയ്തു നോക്കൂ. നമ്മൾ ഉരസുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങളിവിടെ നിങ്ങളുടെ ടെസ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഒന്നുകൂടെ വായിക്കുന്നത്. അനലൈസ് ദ ടേബിൾ. നിങ്ങൾ ഈ പട്ടിക ഒന്ന് വിശകലനം, ഈ പട്ടിക കണ്ടോ, ഇതൊന്ന് അനലൈസ് ചെയ്തേ. ഡു ആൾ ഒബ്ജക്റ്റ് ഗെയിൻ ദ എബിലിറ്റി ടു അട്രാക്റ്റ് വെൻ റബ്ബ്ഡ്. ഉരസുമ്പോൾ എല്ലാ വസ്തുക്കളും ആകർഷിക്കാനുള്ള കഴിവുണ്ടോ? ഇവിടെ നമ്മൾ നോക്കി എല്ലാം കൂടെ ആകർഷിക്കുന്നുണ്ടോ? ഇല്ല, നോ കേട്ടോ, നോ ഇല്ല. പിന്നെയോ നോക്കിയേ, വെൻ some pair of objects are rubbed against each others, some of them gain the ability to attract
അതർ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ചില ജോഡി വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ ഇവയിൽ ചിലതിന് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. നമ്മളിപ്പോൾ കണ്ടല്ലോ എന്താ ചില ജോഡി, ഇപ്പം ഇവിടെ ജോഡിയായിട്ടാണ് നമ്മൾ ഓരോന്നിനെയും പറഞ്ഞത്. ഈ ജോഡി വസ്തുക്കളിൽ എന്താ പരസ്പരം ഉരസുമ്പോൾ അവയിൽ ചിലതിന് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ഇത്രയും പറയാം, ചിലതിന് പറ്റും ചിലതിന് പറ്റത്തില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഒന്നാമത്തെയാണ് ഇതാ നിങ്ങൾ എഴുതിയത്, വൈദ്യുത ചാർജ് അല്ലേ. വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഒന്നാമത്തെ കാര്യം തന്നെ മെയിൻ പോയിന്റ് അതാവും നിങ്ങൾ നമ്മളിപ്പോൾ വായിച്ചത്. ഉരസുമ്പോൾ അത് മുടി ഡ്രൈ ആയിരിക്കുമ്പോൾ അതങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറുമ്പോൾ എന്താ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്? ഇപ്പം നമ്മൾ കുറേ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഏത് സംഭവിക്കുന്നത് ഇല്ലയോ, ഞാനീ പറയുക അത് സംഭവിക്കുക. ഏത് സംഭവിക്കുന്നത്? നമ്മളിപ്പം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഒരു സ്കെയിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവിടോട്ട് വെച്ചപ്പോൾ വെള്ളം ആ സ്കെയിലിൻ്റെ അടുത്തോട്ട് വന്നെന്ന് പറഞ്ഞു. ബലൂൺ നല്ലപോലെ ഉരച്ചിട്ട് അല്ലേ സ്ക്രബ് ചെയ്തിട്ട് ഡ്രൈ ഹെയറിൻ്റെ അടുത്തോട്ട് അല്ലേ വരണ്ട മുടിയുടെ അടുത്തോട്ട് വന്നപ്പോൾ മുടി എല്ലാം കൂടി എഴുന്നേറ്റ് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാം വന്നില്ലെങ്കിലും കുറച്ചെങ്കിലും വന്നോ, പോട്ടെ 5-6 വന്നോ, ഓക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇതിങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. എന്താ, വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് കുഞ്ഞുങ്ങളെ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കും? എന്താണ് ഈ വൈദ്യുത ചാർജ്? എന്താവും നിങ്ങളെ ഈ വൈദ്യുത ചാർജ്? അതായത് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. അത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നിങ്ങനെ 2 ചാർജുകൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ നോട്ടിലുണ്ട് കേട്ടോ, നോട്ട് ഇപ്പം പറയാം, അന്നേരം മനസ്സിലാവും. പിന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം തന്നെ എന്താ, എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ ആറ്റമാണ്. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം, ആറ്റങ്ങൾ, അതും ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആറ്റത്തെക്കുറിച്ചാണ്. ആറ്റം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ആറ്റം എന്ന് തന്നെയാണ് കേട്ടോ. അതൊന്നും അറിയണേ. എന്ന് വെച്ചാൽ ആൾ സബ്സ്റ്റൻസ്, ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കണേ കുഞ്ഞുങ്ങളെ. ആൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ദ അട്രാക്ഷൻസ് ബിറ്റ്വീൻ എന്താ ഒബ്ജക്റ്റ് ഈസ് ഡ്യൂ ടു ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ് കേട്ടോ. അത് ഞാൻ നോട്ടിൽ തരാം, ഇപ്പോൾ വായിച്ച് അത് ഞാൻ നോട്ടിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഉൾപ്പെടെ അല്ലേ, നമ്മുടെ കയ്യിരിക്കുന്ന പേന, ഈ ബുക്ക്, എന്തോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഈ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആറ്റമാണ്. ഇത് വസ്തുക്കൾ തമ്മിലുള്ള അകലം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തു ഈ ആറ്റത്തിനെ കുറിച്ചൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ആഴത്തിലോട്ട് കയറാൻ പോവുക കേട്ടോ. എന്താണ് ആറ്റങ്ങൾ എന്നാൽ എന്താണ് എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ താണ്ട് ഇത് നോക്കിയോ കുഞ്ഞുങ്ങളെ, കണ്ടോ, ഇൻസൈഡ് ആൻ ആറ്റം കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ഈ ആറ്റത്തിൻ്റെ പേര് നല്ലതുപോലെ ഒന്ന് അറിയാൻ വേണ്ടി ഇത് ഞാൻ കാണിച്ചത്. ഇപ്പം എന്തിനാ കാണിക്കുന്നതെന്ന് വിചാരിക്കും. അതായത് ഈ സ്പെല്ലിങ് നിങ്ങളൊന്ന് നല്ലതുപോലെ അറിയാൻ കൂടിയാണ് ഞാൻ ഇത് കാണിച്ചത് കേട്ടോ. അതായത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ന്യൂക്ലിയസ്, ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ച ഇൻസൈഡ് ആൻ ആറ്റത്തിനെ കുറിച്ചാണ്. ദ മെയിൻ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ലെറ്റ്സ് അനലൈസ് ദ ഫിഗർ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഇത് നമ്മുടെ ആറ്റത്തിൻ്റെ ഒരു ഘടനയാണ്, അല്ലെ ആറ്റത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ, അകത്ത് ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പച്ച കളറിൽ കൊടുത്തേക്കുന്നുണ്ടോ? അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പ്ലസ് അടിച്ച് വെച്ചേക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? പ്ലസ്. അതായത് ഇതിനൊക്കെ ഈ പച്ച കളറിൽ കാണപ്പെടുന്നതിനെ പ്രോട്ടോൺ എന്നാണ് പറയുന്നത്. നമ്മുടെ എന്തോത്തിനെ കുറിച്ചാണ് പറയുന്നത്? ആറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ആറ്റത്തിനകത്ത് എന്തുകൊണ്ട്? പ്രോട്ടോൺ. ആ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നത് പ്രോട്ടോൺ ആണ് കേട്ടോ. പിന്നെയോ ചുവന്ന കളർ അവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ചുവപ്പ് കളർ കൊടുത്തേക്കുന്നത് ന്യൂട്രോൺ ആണ് കേട്ടോ. ഈ ആറ്റത്തിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ ബയോളജിയൊക്കെ പഠിക്കുന്ന കാര്യം പറഞ്ഞോളെ, ഓർമ്മയുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ന്യൂക്ലിയസിനെ കുറിച്ച് സെല്ല് പഠിച്ച ഓർമ്മയുണ്ടോ? സെല്ലിനകത്തിൽ എന്തോ ഉണ്ട്? ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആറ്റത്തിനെ കുറിച്ചുമാണ് പറയുന്നത്. ആറ്റത്തിനകത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് നോക്കിയേ, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ നോക്കിയേ, ഒരു ഇലക്ട്രോൺ കൊടുത്തേക്കുന്നത് അത് അതിൻ്റെ ചുറ്റുമുള്ളതാണ് കേട്ടോ. സറൗണ്ടിങ്, അതിൻ്റെ ചുറ്റും നോക്കിയേ ഇലക്ട്രോണ്. അതിനൊന്നും കണ്ടോ
മൈനസ് ചാർജ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ചോദ്യമാണ്. ആ പടം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം കേട്ടോ. മനസ്സിലാക്കണേ. ആ പടത്തിൽ തന്നെ മൈനസ് ചാർജ് ഇലക്ട്രോൺ, പ്ലസ് പോയിന്റ് ഇട്ടേക്കുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ വല്ലതും ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇല്ല. അപ്പം എന്താണെന്നറിയോ, അതിന് ചാർജ് ഇല്ല കേട്ടോ. ന്യൂക്ലിയസിനെ കുറിച്ച് ഓരോന്നും ഓർത്തോണേ കേട്ടോ. ഇതേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ ഇപ്പോൾ പഠിക്കാം. എന്നാലും ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? ആറ്റത്തിനകത്തിലെ കണങ്ങൾ ഏതൊക്കെയാവും നിങ്ങളെ നോക്കിയേ? പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അല്ലേ? പ്രോട്ടോണ്, ന്യൂട്രോണും പിന്നെ ന്യൂക്ലിയസും ഉണ്ട് അല്ലേ? 3 കാര്യങ്ങളുണ്ട്. മെയിൻ പാർട്ടിക്കിൾസ് ആൻ ആറ്റം. ഒരാറ്റത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്തൊക്കെയാ? പ്രോട്ടോണ്, പിന്നെ ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂക്ലിയസ് അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതിൻ്റെ നോട്ട് തരാം കേട്ടോ. ഞാൻ ഈ ന്യൂട്രോൺ പറഞ്ഞ എന്തൊക്കെയാണ് ട്രോ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അല്ലേ? ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഇസ് ദ ന്യൂക്ലിയസ്. അത് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം കുഞ്ഞില്ല കേട്ടോ. അത് കണ്ടു തന്നെ പറയാം. നോക്കൂ കുഞ്ഞില്ല, അതിനെ കറക്റ്റ് ആയതിലോട്ട്. ഫസ്റ്റ് ഇലക്ട്രിക് ചാർജ് എന്നാൽ എന്താ? ഇലക്ട്രിക് ചാർജ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫാക്ടർ ദാറ്റ് കോസസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ആകർഷിക്കുക എന്ന അട്രാക്ഷൻ അല്ലയോ? ആകർഷിക്കുക. റിപ്പൽഷൻ എന്ന് വെച്ചാൽ എന്താ? ആകർഷണം മാത്രമാണോ? അല്ല, വികർഷണവും ഉണ്ട് കേട്ടോ. അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആകർഷണം, റിപ്പൽഷൻ എന്ന് വെച്ചാൽ വികർഷണം. ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ചാർജ്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. എന്നാൽ ദിസ് എബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ഡ് ഈസ് ഡ്യൂ ടു ദ അക്യൂമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അക്യൂമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ, ഒബ്ജക്റ്റ് അതായത് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ, അട്രാക്ഷൻ, വികർഷണം, റിപ്പൽഷൻ, ഇതിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വൈദ്യുത ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജ് എന്ന് വെച്ചാൽ എന്താണ്? വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ദിസ് എബിലിറ്റി ടു അട്രാക്ട്, നോക്ക്, വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ്. നമ്മളിപ്പോൾ ആദ്യം തൊട്ട് കുറേ ഉരസലിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ, ബലൂൺ ഉരസി, പിന്നെ വെള്ളം പോയപ്പോൾ സ്കെയില് മുടിയിൽ ഉരസി അങ്ങോട്ട് ചെന്നു, പിന്നെ പെൻസിൽ മണ്ടയ്ക്ക് പേപ്പർ വെച്ചിട്ട് പേന കൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ പേന കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അല്ലേ, ഇങ്ങനെ കുറേ ഉരസലുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ വൈദ്യുത ചാർജ് ഉണ്ടല്ലോ, അത് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് ഈ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. ഇത് ഇത്രയാവും നിങ്ങളെ നമ്മൾ ഫസ്റ്റിൽ എഴുതിയേക്കുന്നത്. ഞാനിത് ടെസ്റ്റിലെ ഒന്ന് ഓടിച്ചിട്ട് തന്നതാ, കാരണം എനിക്കിപ്പോൾ ടെസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഓടിച്ചിട്ട് തന്നാൽ നിങ്ങളെ ഇതിൻ്റെ കറക്റ്റായ നോട്ട് നമുക്ക് പാർട്ട് 2 എഴുതാം കേട്ടോ. ഇപ്പോൾ എമർജൻസിക്കാർ, കാരണം ഇതിൻ്റെ നോട്ട് എന്താ ടെസ്റ്റ് വായിച്ചിട്ടൊന്നും മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇലക്ട്രിക് ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന അക്ഷരം വെച്ചാണ് കേട്ടോ. Q കേട്ടോ. അതൊന്ന് റഫായിട്ട് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് അതിനകത്ത് കണക്കോ എല്ലാം അങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെ എന്താണ് ഇലക്ട്രിക് ചാർജ്. ഇനി അതിൻ്റെ രണ്ടാമത്തത് എന്താണ് ആറ്റംസ്. ആറ്റം എന്ന് കഴിഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണല്ലോ ആറ്റം. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ്. അത് നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഏതെങ്കിലും വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ഉണ്ടാകണമെങ്കിൽ നമ്മളിപ്പോൾ കുറേ മുടി ആകർഷിച്ചു, മുടി ബലൂണിനെ ആകർഷിച്ചു അല്ലേ, ആ പേന പേപ്പറിനെ ആകർഷിച്ചു, വെള്ളം സ്കെയിലിനെ ആകർഷിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് കേട്ടോ. ആ ഒരു വരി നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ് കേട്ടോ. ഇനി നമുക്ക് ആറ്റത്തിനുള്ളിലോട്ട് പോവാം. ഇൻസൈഡ് ആണ് ആറ്റം. ടെസ്റ്റിലെയാണ്. ടെസ്റ്റ് നിങ്ങൾ ആ പടം നല്ലപോലെ മനസ്സിലാക്കണേ. ഞാൻ ഇംഗ്ലീഷ് കാണിച്ചതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ടെസ്റ്റിൻ്റെ വലതുവശത്ത് കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത് വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റംസ്. ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആറ്റം നോക്കിയപ്പോൾ നമുക്ക് എന്തെല്ലാം കണങ്ങളെ അതിനുള്ളിൽ കാണാൻ പറ്റി? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ് കേട്ടോ. മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം, ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ദ ന്യൂക്ലിയസ്.
അല്ലെ, അത് സത്യമാണ്. ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ദ ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ കുഞ്ഞുങ്ങളെ. ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ഡാഷ്. ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ദി ന്യൂക്ലിയസ് ആണ് കേട്ടോ, ന്യൂക്ലിയസ്. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്? ഈ ന്യൂക്ലിയസിന് പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ് ന്യൂക്ലിയസിനകത്തിലെ? ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാവും നിങ്ങളെ ന്യൂക്ലിയസ്. കേന്ദ്രം എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ അല്ലെ. ഈ ന്യൂക്ലിയസിലെ പ്രധാന കണം, ന്യൂക്ലിയസിനകത്തില് നമ്മൾ ആദ്യമേ എന്താ പറഞ്ഞത്? ആറ്റത്തിനുള്ളിനകത്തിൽ ഏതൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട് ആറ്റത്തിനകത്താണ്. എന്നാൽ ന്യൂക്ലിയസിനകത്ത് ഇപ്പൊ നമ്മൾ പടം കണ്ടില്ലേ, ഈ ന്യൂക്ലിയസിനകത്ത്, ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താ? ഇതാ അല്ലെ. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും. പക്ഷെ ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട് കേട്ടോ, ഓർത്തോണേ. ഓക്കെ, ഇനി അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും കേട്ടോ. ഇനി അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം കുഞ്ഞുങ്ങളെ നോക്ക്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? ഇവ ഓരോന്നിൻ്റെയും ചാർജ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിൽ 3 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആറ്റത്തിനകത്ത് ഈ 3 പേരുണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മുതലൊന്ന് നല്ലപോലെ നോക്കട്ടെ കുഞ്ഞുങ്ങളെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, കാരണം അതിനകത്തിലെ പച്ച കൊടുത്തേക്കുന്നത് പ്രോട്ടോൺ ആണ് അല്ലേ. അതിന് പോസിറ്റീവ് ചാർജാണ് കേട്ടോ. ഈ പോസിറ്റീവ് എന്ന് പറയുന്നതിന് നമ്മളിനി ഇതുവരെ നിങ്ങൾ പോസിറ്റീവ് ഇങ്ങനെയല്ലേ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ നിങ്ങൾ ഇത്രയും വാരി വലിച്ച് അല്ലേ, ചിലപ്പോൾ സ്പെല്ലിങ്ങോ വല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റുമോ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമല്ലോ നിങ്ങളെ. കണ്ട, ഈ +V എന്നെഴുതിയാൽ മതി പോസിറ്റീവ്, -V എന്നെഴുതിയാൽ നെഗറ്റീവ് കേട്ടോ. പക്ഷെ ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തത് എന്നുണ്ട്. നമുക്ക് താപ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. കാണാതെ പഠിച്ച് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് താപ്പോട്ട് പോകാം. അതായത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു എന്നാണ്. നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയസ് ഇതാണ് ന്യൂക്ലിയസ്. കണ്ടോ, ഇവർ രണ്ടുപേരും കൂടെ കൂടിയാതെ ആ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ് ഇതാണ്ട് ഈ ന്യൂക്ലിയസ്. ഈ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ന്യൂക്ലിയസിനെ ചുറ്റി നടക്കുന്നതാരാ? നമ്മുടെ ഇലക്ട്രോണാണ്. അണ്ട് ഇതിനൊരു പ്രത്യേക ഓർബിറ്റൽ എന്ന് വെച്ചാൽ പ്രത്യേക ഒരു പാതയുണ്ട്. ഇവർക്ക് പോകാനൊരു വഴിയുണ്ട്, അല്ലാതെ ചടി കയറി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവർക്കൊരു വഴി ഇട്ടിട്ടുണ്ട്, അതിലേ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വട്ടം കിടന്ന് കറങ്ങുന്ന ആരാ? ഇലക്ട്രോണാണ് കേട്ടോ, ഇലക്ട്രോൺ. അപ്പം ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ആരാണ് കിടന്നത്? ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണുകളാണ് സഞ്ചരിക്കുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താവും കുഞ്ഞുങ്ങളെ? നെഗറ്റീവാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന് എപ്പോഴും എന്താ? നെഗറ്റീവ് ചാർജാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്ന് മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോണുകളുടെ വിപരീത ചാർജാണ് ഇലക്ട്രോണുകൾക്ക് ഉള്ളത് എന്നും കൂടെ ഒന്ന് പഠിച്ചു. ആണ് പ്രോട്ടോണിന് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോണിന് നെഗറ്റീവ്. അങ്ങനെ അവർ എന്താണ്? പ്രോട്ടോണുകളുടെ വിപരീത ചാർജ്. പ്രോട്ടോണിന് പോസിറ്റീവാണ്, അപ്പോൾ ഇലക്ട്രോണിന് എന്താ? നെഗറ്റീവാണ് അല്ലേ. പ്രോട്ടോണുകളുടെ വിപരീത ചാർജാണ് ഇലക്ട്രോണുകൾക്ക് ഉള്ളത്. അവർ തങ്ങളിൽ വിപരീത ചാർജാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത്, therefore in an atom with an equal number of both the charge will cancel each other out. എന്ന് വെച്ചാൽ ന്യൂട്രോൺ ഹാവ് നോ ചാർജ്. ഇത് നമ്മുടെ ടെസ്റ്റിലെയാണ്. ഇവ രണ്ടും തുല്യ എണ്ണമുള്ള ആറ്റങ്ങൾ ചാർജ് പരസ്പരം റദ്ദ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. ഇത് വല്ലോ മനസ്സിലായോ? അതായത് നമുക്ക് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് എന്നല്ലേ കുഞ്ഞുങ്ങളെ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. പോസിറ്റീവ് ചാർജുള്ള ഇപ്പം 3 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അല്ലേ. 3 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അതൊരു പോസിറ്റീവ് നമ്പറാണ്. നമ്മൾ മാത്സ് പഠിക്കുന്നതല്ലേ, അപ്പോൾ നമുക്കറിയത്തില്ലേ. 3 എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങൾ ചിലപ്പം നോട്ട് എടുത്ത് നോക്കുമ്പം ഇതെന്തുവാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുവാ. ഇട്ട് കൊടുത്തില്ലെങ്കിലും 3 പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് 3യും ഇതേണ്ട ഇവിടെ ഒരു നെഗറ്റീവ് 3യും ഒരേ നമ്പറുകളാണ് അല്ലേ. പക്ഷേ എന്താ? ഡിഫറൻറ്റ് സൈനാ. മനസ്സിലാവുന്നുണ്ടോ? ഒരേ നമ്പറാണ്. ഇവ രണ്ടും തുല്യ എണ്ണമാണ് അല്ലേ. ഇത് നോക്കിയേ 3, ഇതും എന്താ 3, രണ്ടും തുല്യമല്ലേ. പക്ഷേ ചാർജ് പരസ്പരം എന്താ? പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് അല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. എന്താ? ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ എന്താണ്? ഇവർ പരസ്പരം റദ്ദായി എന്താവും? പരസ്പരം കട്ടായി പോകുന്നു, 0 ആയിട്ട് മാറുന്നു കേട്ടോ. അതിപ്പോൾ +4 -4 ആയാലും എന്താ? 0 ആവുന്നു. ഒരേ സംഖ്യ തന്നെ നമ്മൾ പഠിച്ചതല്ലേ, നമുക്ക് മാത്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഒരു സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ? -4 +4 നോക്കിയേ.
-8 + 8 ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ ഇവിടെ ആൻസർ 0 ആണ്. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ന്യൂട്രൽ ആണ് എന്ന് വെച്ചാൽ അവർക്ക് ചാർജ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? മാത്സിലാണ് നമ്മൾ 0 ആണ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇവിടെ നമ്മൾ ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ ചാർജ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 4. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം. അതിൻ്റെ തൊട്ട് താഴെ അതെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ തൊട്ട് താഴെ അതെ, ആറ്റം എന്നാൽ എന്താ? ആറ്റം മെയ്ഡപ്പ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ ആറ്റം എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും ചേർന്ന ആ പടം കണ്ടാൽ നമുക്കറിയാം. എന്നാൽ ന്യൂക്ലിയസ് എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളേ. തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ആറ്റത്തിൽ 3 എണ്ണം ഉണ്ട്, പക്ഷേ ന്യൂക്ലിയസിൽ 2 എണ്ണേ ഉള്ളൂ. പക്ഷേ ഇലക്ട്രോണോ കുഞ്ഞുങ്ങളെ? ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ഓർബിറ്റ് അറ്റ് ഹാവ് എ നെഗറ്റീവ്. ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇതിന്റെ ജോലി എന്താ? ആ ന്യൂക്ലിയസിന് ചുറ്റും കിടന്നിങ്ങനെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോണുകളുടെ ജോലി എന്താ നിങ്ങളെ? ആ ന്യൂക്ലിയസിന് ചുറ്റും. ഇയാൾക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ഇയാൾക്ക് ഒരു വഴി കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ കിടന്ന് ഇറങ്ങിയാൽ മതി, അകത്തോട്ട് കയറണ്ട അല്ലേ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഭ്രമണപഥം വട്ടം കൊടുത്തേക്കുന്ന കണ്ടോ? ഇവർക്കൊരു വട്ടം കൊടുത്തേക്കുന്ന കണ്ടോ നിങ്ങൾ? ഇതിനകത്തിലാണ് അല്ലേ. ആ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുകയും അതിന് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്താണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പിന്നെ ന്യൂട്രോണിന് നോ ചാർജ് കേട്ടോ, ന്യൂട്രലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ചാർജ് എന്താന്ന്. അപ്പം നമുക്കറിയാം, മുമ്പ് നമ്മൾ പറഞ്ഞ രീതി നോക്കൂ നിങ്ങൾ. ഇവിടെ 26 26 എന്ന് വെച്ചാൽ പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ എന്ന് കേട്ടാൽ നമുക്കറിയാം അത് പോസിറ്റീവാണ്. ന്യൂട്രോൺ എന്ന് കേട്ടാൽ നമുക്കറിയാം അത് നെഗറ്റീവാണ്. നോക്കിയേ, ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ നമുക്കറിയാം 0 ആണ് അല്ലേ. അപ്പോൾ എന്താ അത്? ന്യൂട്രലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, മലയാളത്തിൽ അതിനെ നിർവീര്യമാക്കുക എന്നാണ് പറയുന്നത്. മലയാളം മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ? അതിനെ നിർവീര്യമാക്കുക എന്നാണ്. ടെസ്റ്റ് കിടപ്പുണ്ടേ. ന്യൂട്രൽ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ന്യൂട്രലാണ്, മലയാളം മീഡിയക്കാർക്ക് അതിനെ നിർവീര്യമാക്കുക. കാരണം എന്താണെന്നറിയോ? നോക്കിയേ, ഒരേ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. പക്ഷേ നോക്കിയേ, രണ്ടും 2 സൈനാ. നോക്കി, രണ്ടും 2 സൈനാ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാ. ഒരു സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ അത് 0 ആണെന്ന് നമ്മൾ മാത്സിൽ പഠിച്ചതാ അല്ലേ. അപ്പോൾ എന്താ? അത് ന്യൂട്രലാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ താഴെ നോക്കൂ കുഞ്ഞുങ്ങളെ. നോക്കി, 26 എന്ന് പറയുന്ന പ്രോട്ടോൺ ആയപ്പോൾ അത് പോസിറ്റീവാണ്. ന്യൂട്രോൺ എന്താ കുഞ്ഞുങ്ങളെ? അവിടെ നെഗറ്റീവാണ്. നോക്കിയേ, പ്രോട്ടോൺ അല്ലേ കൂടുതൽ അല്ലേ. പ്രോട്ടോൺ ആണ് കൂടുതൽ, ന്യൂട്രോൺ കുറവാണ്. അപ്പം എന്താ? കൂടുതൽ ആരാണെന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ്. ടെസ്റ്റിൽ കേട്ടോ, കൂടുതൽ ആരാണെന്ന് വെച്ചാൽ അതാണ് നോക്കിയാൽ മതി. ഇവിടെ പോസിറ്റീവ് അല്ലേ കുഞ്ഞുങ്ങളെ കൂടുതൽ, അപ്പോൾ പോസിറ്റീവ് കേട്ടോ. ഇവിടെ നോക്കിയേ, 17 16. അപ്പോൾ ഇവിടെ ആരാ കൂടുതൽ? 17 ആണ് കൂടുതൽ, അപ്പോൾ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, 6 10 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ എഴുതും? പെട്ട് ഇങ്ങനൊക്കെ വേണോ ഇല്ലയോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിയേ, ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ എന്താ? നെഗറ്റീവാണ് അല്ലേ. ഇതെന്താ? പോസിറ്റീവാണ്. ഇതിൽ വലുതാരാ? 10 നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്ന് കടിച്ചാൽ മതി. ഞാൻ പറഞ്ഞിപ്പോൾ നെഗറ്റീവ് ആവുമെന്നോ ഇല്ലേ ഇല്ലയോ? ആ ഒരു ക്ലൂ പഠിച്ച് വെച്ചാൽ മതി, കൂടുതലൊന്നും ആലോചിക്കണ്ട കേട്ടോ. വലുത് ആരാന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇനി ഒരേ നമ്പർ തന്നെ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ ന്യൂട്രൽ അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നിങ്ങളെ നമ്മളോടാ അല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടോ നിങ്ങളെ? അതുകൂടെ നമുക്ക് പറയാം, ലെങ്ത് ആവുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് താഴെ അതാണ്ട് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കാൻ ന്യൂട്രലായിരിക്കാൻ കാരണം എന്ത്? നമ്മളിപ്പോൾ പറഞ്ഞു, ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാക്കുക എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ആൻ ആറ്റം ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ? നമ്മൾ പറഞ്ഞു ന്യൂട്രൽ അല്ലേ. ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ നമ്പറും ഒരേ നമ്പർ ആണെങ്കിൽ എന്താ? അത് ന്യൂട്രലാണ്. അതങ്ങ് എഴുതിയാൽ മതി. നമ്പർ ഓഫ് പ്രോട്ടോണിന് ഈക്വലായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ വരുവാണെങ്കിൽ എന്താവും നിങ്ങളെ? അത് ന്യൂട്രലായിട്ട് മാറും. ഞാൻ കുറച്ചുകൂടെ നല്ല നോട്ട് ഞാനിപ്പോൾ അടുത്ത പാർട്ടി തരാം. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരും കേട്ടോ. സത്യം പറഞ്ഞാൽ ടെസ്റ്റ് വായിച്ചൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ഇച്ചിരി നോട്ട് ആഡ് ചെയ്തതേ ഉള്ളൂ നിങ്ങളെ. എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വലായിട്ട് വരികയാണെങ്കിൽ എന്താ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പം -6 അല്ലെ +6ഉം -6ഉം കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ? 0 ആണ് കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെ എഴുതാൻ അറിയത്തില്ല, ഇതെങ്കിലും എഴുതിയാൽ മതി. ഇത് പ്രോട്ടോൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെയും ന്യൂട്രോൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ന്യൂട്രലിന് കാണിച്ചാലും മതി കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണ്ട എഴുതാൻ കേട്ടോ. ന്യൂട്രലിൻ്റെ ഒക്കെ സ്പെല്ലിങ് NEU അതേ ഉള്ളൂ കേട്ടോ. ന്യൂട്രലാട്ടോ. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോണിന് ഈക്വലായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പർ തുല്യമാണെങ്കിൽ അത് ന്യൂട്രലായിട്ട് മാറുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ?
ഈ ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ? എന്താ? വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ. ഇവിടുത്തെ ആരാ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ ദ പ്രോട്ടോൺ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? പ്രോട്ടോണിനേക്കാൾ വലുത്, അങ്ങനെയാണേ, പ്രോട്ടോണിനേക്കാൾ വലുതെന്ന് വെച്ചാൽ എന്നാ? വായ അങ്ങോട്ട് തുറന്നിരിക്കണം കേട്ടോ. പ്രോട്ടോണിനേക്കാൾ, ദ പ്രോട്ടോൺ ഓഫ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ ആരാ? ഇലക്ട്രോൺ. പ്രോട്ടോണിനേക്കാൾ വലുത് ഇലക്ട്രോൺ ആട്ടോ. അതായത് ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അവയ്ക്ക് ലഭിക്കുന്ന ചാർജ് ഏതാ? ഇലക്ട്രോൺ കൂടുതലെങ്കിൽ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ്, പ്രോട്ടോണിന്റെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ഏതാ കുഞ്ഞുങ്ങളെ? നെഗറ്റീവാണ് കേട്ടോ. ചോദ്യം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കണേ. അടുത്ത രണ്ടാമത്തെ, ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം നോക്കണേ. പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ. വലുതാരാ? വലുതെന്ന് വെച്ചാൽ ഈ വാ തുറന്നിരിക്കുന്നില്ലേ? ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഇങ്ങനെ. അതായത് ചോദ്യം കേട്ടിട്ട് എഴുതണം ഏതാണ് വലുത്. അപ്പോൾ ഇവിടെ ആരാ വലുത്? പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് കേട്ടോ, പോസിറ്റീവ്. അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലാക്കി തന്നെ പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് വെൻ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതാകും അല്ലേ? ആറ്റങ്ങൾക്ക് നോക്കണേ, ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മൾ സാധാരണ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നെഗറ്റീവാണ് അല്ലേ? കിട്ടുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ കുഞ്ഞല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടി, നമ്മൾ എന്തെങ്കിലും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടില്ലേ? പോസിറ്റീവ് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ? ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ, ഇലക്ട്രോണാണ് കേട്ടോ, നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജും, എന്നാലോ കിട്ടുമ്പോഴോ നെഗറ്റീവ്, ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അതൊരു ബോക്സിൽ കയറ്റി എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ടെസ്റ്റിലെ ഈ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. ഈ ടെസ്റ്റിലെ അതായത് പെയർ ഓഫ് ഒബ്ജക്റ്റ്, അതായത് ജോഡി വസ്തുക്കളും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നു, ലഭിക്കുന്ന ചാർജ് എന്താണ്? നമ്മൾ ഇപ്പം പറഞ്ഞ രീതി അനുസരിച്ച് ഇപ്പം നമ്മളെന്താ? ആറ്റങ്ങൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ, ഇലക്ട്രോൺ അങ്ങ് നഷ്ടപ്പെടുവാണെങ്കിൽ അത് നെഗറ്റീവാണ് കേട്ടോ. കിട്ടുമ്പോഴോ പോസിറ്റീവ്. അപ്പം നോക്കിയേ, ഗ്ലാസ് റോഡും സിൽക്കും കൂടെ എന്താ? ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിൽ ഇവിടെ എന്തൊക്കെയാ നമുക്ക് ഓൾറെഡി ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഗ്ലാസ് റോഡും സിൽക്കും ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺ. എന്താ പറഞ്ഞേ? ഗ്ലാസ് റോഡ് ഇലക്ട്രോണിനെ അങ്ങ് നഷ്ടപ്പെടുന്നു അല്ലേ? ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ മുമ്പ് ആ ബോക്സിൽ എഴുതിയേക്കുന്നതിൻ്റെ ആൻസറുകളായിട്ടോ. ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ലോസ് ആവുന്നു. എന്തൊക്കെയാണ് ഇവിടെ പോസിറ്റീവായിട്ട്? അപ്പോൾ ആരായിരിക്കും? ഗ്ലാസ് റോഡ് അവിടുത്തെ പോസിറ്റീവും, നെഗറ്റീവായിട്ട് അവിടെ സിൽക്കുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ എബണൈറ്റ്, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? എബണൈറ്റും വൂളൻ ക്ലോത്ത് എന്ന് വെച്ചാൽ കമ്പിളിയാണ്. ഈ കമ്പിളിയിൽ ഇത് രണ്ടും കൂടി എന്താണ്? ഉരസുമ്പോൾ, എബനൈറ്റും കമ്പിളിയും കൂടി ഉരസുമ്പോൾ കമ്പിളിക്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അതിൻ്റെ അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. എബനൈറ്റ് അപ്പോൾ ഗെയിൻ ഇലക്ട്രോൺസ്, കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പോൾ എന്താ? അവിടെ പോസിറ്റീവ് ചാർജ് അവിടുത്തെ വൂളനും, നഷ്ടപ്പെടുന്ന നെഗറ്റീവ് ചാർജ് അവിടുത്തെ എബനൈറ്റുമാണ്. റബ്ബറും കമ്പിളിയും ആണെങ്കിലോ, റബ്ബറും വൂളൻ ക്ലോത്തും അവിടെ എന്താണ്? കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. റബ്ബർ ഗെയിൻ ഇലക്ട്രോൺസ്, എന്താണ്? കമ്പിളിയും റബ്ബറുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഇത്രയും വരെ. ഇനി വൈദ്യുത ചാർജിൻ്റെ സ്വഭാവ സവിശേഷത നമുക്ക് അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. ഇത്രയും ഓക്കെ ആണെങ്കിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ, താങ്ക് യു.